മാവായിക്കോട്ടെ പ്ലാവായിക്കോട്ടെ ഏത് ഫ്രൂട്ട് പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിലും പൂത്ത് കായ്ക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഫ്രൂട്ട് പ്ലാന്റ്സ് വാങ്ങുമ്പോൾ നമ്മൾ ലെയർ ചെയ്തത് വാങ്ങുക, അല്ലെങ്കിൽ എന്താണ് ബഡ് ചെയ്തത് വാങ്ങുക. അത്യാവശ്യം എല്ലാ ബ്രാഞ്ചിലും ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ അടിയിൽ വരുന്നത് കൊള്ളൂല, അത് നമ്മളിതേ നുള്ളിക്കളയണം, അത്യാവശ്യമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പിടി ചാരം എടുക്കാം കേട്ടോ. എല്ലാവർക്കും പിയറസ് കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ. ഇപ്പം എല്ലാവരുടെ വീട്ടിലും ധാരാളമായിട്ട് ചക്കയും മാങ്ങയും പേരയ്ക്കയും ഒക്കെ ധാരാളമായിട്ട് ഉണ്ടാവുന്ന ഒരു സമയമാണല്ലോ അല്ലെ. എല്ലാവരും ഒരുപാട് ഇപ്പൊ അതൊക്കെ വെച്ച് പിടിപ്പിക്കണതാ. ഇപ്പൊ ദേ നോക്കൂ, കുഞ്ഞൻ പേരയാണെങ്കിൽ പോലും ഇതില് ഒത്തിരി അധികം പേരയ്ക്ക കണ്ടു. പൂക്ക മാത്രമല്ല പേരയ്ക്ക വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മുടെ വീട്ടില് ഇതുപോലെ ധാരാളമായിട്ട് ഇപ്പൊ ഒരു ചെറിയൊരു പേരയാണെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു മാവായിക്കോട്ടെ പ്ലാവായിക്കോട്ടെ ധാരാളമായിട്ട് പൂക്ക മാത്രമല്ല അത് കായായി മാറാനായിട്ട് ഒരു സിമ്പിൾ ടിപ്പ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടിപ്പ്. അതായത് ഒരൊറ്റ കപ്പ് നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ധാരാളമായിട്ട് പൂക്കും. ഇപ്പൊ നിങ്ങൾക്ക് പൂത്ത് ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ കുഴപ്പമില്ല, അത് കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ ഉണ്ടാവാനായിട്ട് ഇപ്പോഴാണെങ്കിലും നമുക്ക് അതൊരൊറ്റ കപ്പ് കൊടുത്താൽ മതി. അതെന്താണ് എന്നുള്ളത് നോക്കാം കേട്ടോ. നമുക്കറിയാം നമ്മൾക്ക് എല്ലാതും പെട്ടെന്ന് തന്നെ പൂത്ത് കായകളുണ്ടാവും. ഇപ്പൊ ഇതൊരു കുഞ്ഞൻ മാവാണ്, പക്ഷെ അത് കണ്ടോ ഇപ്പോഴേ പൂത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഫ്രൂട്ട് പ്ലാന്റ്സ് വാങ്ങണ സമയത്ത് ലെയർ ചെയ്തതോ അല്ലാന്നുണ്ടെങ്കിൽ ബഡ് ചെയ്തതോ നോക്കിയിട്ട് വാങ്ങണം കേട്ടോ. നമ്മൾ എപ്പോഴും ഫ്രൂട്ട് പ്ലാന്റ്സ് വാങ്ങുമ്പോൾ നമ്മൾ ലെയർ ചെയ്തത് വാങ്ങുക, അല്ലെങ്കിൽ എന്താണ് ബഡ് ചെയ്തത് വാങ്ങുക. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുക. അതുപോലെ നല്ല തരം നോക്കിയിട്ട് വാങ്ങാം. പിന്നെ ഈ ലെയർ ചെയ്തതും ബഡ് ചെയ്തതും അപ്പോൾ അതിലുള്ളത് ഇത് ലെയറിങ് ആണ് കണ്ടോ. നമ്മുടെ VNR പേരയാണ്, ഇത് ലെയർ ചെയ്തതാണ്. ഇത് അതിൻ്റെ ആ ഒരു മദർ പ്ലാന്റിന്റെ എല്ലാ ഗുണങ്ങളും കാണിക്കും. ദേ അത്യാവശ്യം എല്ലാ ബ്രാഞ്ചിലും ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി അധികമാണ് ഈ കുഞ്ഞൻ പേരയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതാണ് പറയുന്നത് നല്ല തരം നോക്കി വാങ്ങാൻ. അപ്പൊ ലെയർ ചെയ്തതിന് യാതൊരു പ്രശ്നവും വരില്ല, നമുക്ക് അതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ ബഡ് ചെയ്തത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ബഡ് ചെയ്തത് ഇതേ കുഞ്ഞൻ മാവ് ഓൾ സീസൺ മാവ് പൂത്തിട്ടുണ്ട്. പക്ഷെ ബഡ് ചെയ്തത് എങ്ങനെയാണ് അറിയാന്ന് വെച്ചാൽ ബഡ് ചെയ്തത് ഇങ്ങനെ ഒരു കവർ ഉണ്ടാവും. ഇതില് ഇത് വേറൊരു ചെടിയാണ്, അതിൻ്റെ അവിടെ ഇത് ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ലെയർ ചെയ്തേക്കണേന് അങ്ങനെ ഒന്നുമില്ല. ആ ഒരു മാതൃവൃക്ഷത്തിന്റെ കമ്പിന്ന് തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വെക്കുന്നതാണിത്. ഇത് വേറൊരു മരത്തുമേ വെക്കണതാണ് കേട്ടോ. അപ്പൊ ഈ ലെയർ ചെയ്തതിനും ബഡ് ചെയ്തതിനുള്ള വ്യത്യാസം അതിന്റെ ദോഷം എന്താന്ന് വെച്ചാല് ഇപ്പൊ ഇത് കണ്ടോ, ഇത് ലെയർ ചെയ്തിട്ടുള്ളതാണ്, ഇത് കറിനാരകമാണ്, ലെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇത് ലെയർ ചെയ്തേക്കണത് ഇത് ഇവിടെയാണ്. ഇത് കണ്ടു, ഇതിന്റെ അടിയിൽ വരുന്നത് കൊള്ളൂല, അത് നമ്മളിതേ നുള്ളിക്കളയണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പലപ്പോഴും നിങ്ങൾ ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചിട്ട് ഉണ്ടാവാത്തതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഇങ്ങനെയുള്ള സംഭവം നിങ്ങൾ നുള്ളിക്കളയുന്നില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ വരുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും നുള്ളിക്കളയണം കേട്ടോ. അപ്പൊ ഇത് ഒന്നും ഉണ്ടാവാത്ത തരം ഉള്ള ഇതാണ് അവര് വെക്കുന്നത്. അതിന്റെ മേലെ ഇതാണ് അവര് ബഡ് ചെയ്ത് വെക്കുന്നത്. ഇതാണ് നമുക്ക് വേണ്ടത്. ഈ ബഡ് ചെയ്തതിൻ്റെ കണ്ടു, ഈ പ്ലാസ്റ്റിക് കവർ ചുറ്റിക്കുന്നതാണ് ബഡ് ചെയ്തത്. ഇതിന്റെ അടിയിൽ എന്ത് വന്നാലും നമ്മൾ അത് പറിച്ചു കളയണം. അത് എപ്പോഴും ശ്രദ്ധിക്കുക. എല്ലാത്തിനും ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇത് സപ്പോട്ട, നമ്മുടെ സപ്പോട്ട അതിൻ്റെ അതെ സപ്പോട്ടയാണെന്നുണ്ടെങ്കിലും ഇതേ ബഡ് ചെയ്തതാണ് കണ്ടോ. ഈ ബഡ് ചെയ്തതിൻ്റെ അടിയിൽ വീണ്ടും ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കളയണം എല്ലാത്തിനും. അപ്പോൾ മാവായിക്കോട്ടെ പ്ലാവായിക്കോട്ടെ സപ്പോട്ട ആയിക്കോട്ടെ ഏത് ഫ്രൂട്ട് പ്ലാന്റ്സും ബഡ് ചെയ്തത് വാങ്ങണ സമയത്ത് നിങ്ങൾ ഈ ബഡ് ചെയ്തതിൻ്റെ അടിഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കളയണം. അപ്പോൾ നിങ്ങൾ നടുന്ന സമയത്ത് അത് ശ്രദ്ധിക്കണം. അതായത് ഇത് കണ്ടുവോ, നമ്മളുടെ ബഡ് ചെയ്തിട്ടുള്ള മാവാണ് ഇത്. ആ മാവ് നമ്മൾ നടുന്ന സമയത്ത് ഈ ബഡ് മുകളിൽ വരുന്ന രീതിയിൽ എപ്പോഴും വേണം നമ്മൾ ചെയ്യാനായിട്ട്. കാരണം ഇതിന്റെ അടിയിൽ നിന്ന് എന്തെങ്കിലും മുളച്ചു വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇത് ഒരിക്കലും മണ്ണിന്റെ അടിയെ പോരുത്. മണ്ണിന്റെ അടിയെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയിൽ പെടില്ല. അപ്പൊ എപ്പോഴും ബഡ് ചെയ്തതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കവർ ചുറ്റിയിട്ടുണ്ടാവും. ഇത്
എപ്പോഴും മുകളിലോട്ട് വേണം. അടിയിൽ നിന്ന് എന്തെങ്കിലും മുളച്ച് വരികയാണെന്നുണ്ടെങ്കിൽ കയ്യോടെ നമ്മൾ നുള്ളിക്കളയണം. അപ്പൊ അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നടുകയാണ് വേണ്ടത് കേട്ടോ. അപ്പൊ ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതേ കണ്ടു, കുഞ്ഞ മാവാണെന്നുണ്ടെങ്കിലും ഇതാണ് ഹിമാപസന്ത് എന്ന് പറയുന്ന മാവ്. അപ്പോൾ അത് ദേ നോക്കൂ, പെട്ടെന്ന് തന്നെ പൂത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണിമാങ്ങകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് കൊടുക്കുന്ന വളം എന്താണ് എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ഏത് പൂക്കാത്ത ഫ്രൂട്ട് പ്ലാന്റ് ആയിക്കോട്ടെ, പൂക്കാനും കായ്ക്കാനുള്ള വളമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അത് മാത്രമല്ല, പൂക്ക മാത്രമല്ലല്ലോ, പൂക്കളൊന്നും കൊഴിയാതിരിക്കുക എല്ലാം കായായിട്ട് പിടിക്കാനായിട്ട് നമുക്ക് കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, മരോട്ടി പിണ്ണാക്ക്, ഇത് മൂന്നും അത്യാവശ്യമാണ്. അതുകൂടാതെ നമുക്ക് ഇതിലോട്ട് എല്ലുപൊടി അല്ലെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റ് വേണം. പിന്നെ വേണ്ടത് മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. പിന്നെ ചാരം, പിന്നെ നമ്മുടെ പുളിച്ച കഞ്ഞിവെള്ളം. പുളിച്ച കഞ്ഞിവെള്ളം അല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മളിത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് പുളിച്ച് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചാരം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല അല്ലേ. അപ്പം ചാരമില്ലാത്തവർ എന്ത് ചെയ്യണം? നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയാണ് എടുക്കേണ്ടത്. 2 നേന്ത്രപ്പഴത്തിൻ്റെ തൊലി നമുക്ക് അത്യാവശ്യമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പിടി ചാരം എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? ഈ പിണ്ണാക്കുകളുടെ കാര്യം പറഞ്ഞല്ലേ. അപ്പോൾ വേപ്പിൻ പിണ്ണാക്കും അതുപോലെ തന്നെ നമുക്ക് കടലപ്പിണ്ണാക്കും മരോട്ടി പിണ്ണാക്ക്, അത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇത്. അതായത് ഓർഗാനിക് സുപ്രീം എന്ന് പറയും. അതായത് കൂട്ട് പിണ്ണാക്ക് എന്ന് പറഞ്ഞ് നമുക്കിങ്ങനെ പാക്കറ്റിൽ കിട്ടാനുണ്ട്. അപ്പോൾ 3 കൂട്ട് പിണ്ണാക്ക് അല്ലെങ്കിൽ 5 കൂട്ട് പിണ്ണാക്ക് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എല്ലുപൊടിയും ഇതിലുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു പാക്കറ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എല്ലുപൊടി കിട്ടും, കടലപ്പിണ്ണാക്ക് കിട്ടും, വേപ്പിൻ പിണ്ണാക്ക് കിട്ടും, മരോട്ടി പിണ്ണാക്ക് കിട്ടും. അപ്പം 4 തരം ഇതിലായി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ 4 ഐറ്റംസ് വേറെ വേറെ വാങ്ങണം. അപ്പം എല്ലുപൊടി വേണമെന്ന് ഞാൻ പറയുന്നില്ല, പകരമായിട്ട് നിങ്ങൾക്ക് അതിലോട്ട് റോക്ക് ഫോസ്ഫേറ്റ് ആയിട്ടും മതി. അപ്പം നമുക്കിത് ഇതിലോട്ട് കട്ട് ചെയ്ത് ഇടാം കേട്ടോ. അപ്പം ഇത് ഇങ്ങനെ നമ്മൾ ഒരു പാക്കറ്റ് വാങ്ങി ചെയ്യണ സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് അളവ് കിട്ടും. ഇതേപ്പം ഞാനിത് 1 കിലോ 3 കൂട്ട് പിണ്ണാക്കും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും അതേപോലെ മരോട്ടി പിണ്ണാക്ക്, അപ്പം ഇത് 3ഉം നിങ്ങൾ വാങ്ങിയിട്ട് ഇതേപോലെ ഇടുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പാക്കറ്റ് വാങ്ങുക. പിന്നെ കുറച്ച് ഇതിൽ എല്ലുപൊടി മിക്സ് ചെയ്തിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എല്ലുപൊടിയും ആക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു പിടി ചാരാണ് ഇടുന്നത്. ചാരം എന്ന് പറയുന്നത് പൊട്ടാഷ് ധാരാളം അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇതിലോട്ട് ചാരിടുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ചാരില്ല എന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയിലും ധാരാളം പൊട്ടാഷ് ഉണ്ട്. ഈ സമയത്ത് ഇത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിലിടുക. നമ്മൾ ചാരം ഇട്ടതുകൊണ്ട് ഇതിലിട്ട് ഇടുന്നില്ല. പിന്നെ മൈക്രോ ന്യൂട്രിയൻ്റ് കുറവ് ചെടികൾക്ക് ധാരാളമായിട്ട് കാണും. അപ്പോൾ നമ്മൾ ഇതിലോട്ട് 1 സ്പൂണ് മൈക്രോ ന്യൂട്രിയൻറ്റും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ മൈക്രോ ന്യൂട്രിയൻറ്റും ഇട്ടു. പിന്നെ ഇത് കറക്റ്റ് ആവാനായിട്ട് നമ്മൾ ഇതിലോട്ട് കഞ്ഞിവെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇതേ ഒരു പാത്രം കഞ്ഞിവെള്ളം ഒഴിച്ചു. ഇനി നമ്മൾ ഇതിലോട്ട് 10 ലിറ്ററോളം വെള്ളം ഒഴിച്ച് കറക്റ്റ് ആക്കണം. ഈ പാത്രത്തിൽ 10, അപ്പം നമ്മൾ ഒരു പാത്രം കഞ്ഞിവെള്ളം ഒഴിച്ചു. ഇനി 9 പാത്രം കൂടെ നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് കറക്റ്റാക്കി അതിൽ കുറച്ച് ശർക്കര ഇടണം. ഞാനിപ്പോൾ ഇട്ട് കാണിക്കാം. കുറച്ച് ശർക്കരയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ അടച്ച് മാറ്റി വെക്കുക വേണ്ട. അപ്പം നമുക്ക് ഇനി ഇതിലോട്ട് ശർക്കരയും വെള്ളം കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മളിതിൽ നിറയെ വെള്ളം ഒഴിച്ചു. പുളിച്ച കഞ്ഞിവെള്ളം ഒഴിക്കാൻ മറക്കരുത്. നിറയെ വെള്ളം ഒഴിച്ചു. പിന്നെ ഇതേ ഒരു ചെറിയൊരു കഷ്ണം ശർക്കര, അത് ഫെർമെൻറ്റേഷൻ കറക്റ്റ് ആവാനായിട്ടാണ് നമ്മൾ ആ ശർക്കരയും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇത് മാറ്റി വെക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ എല്ലാ ദിവസവും ഇത് ഇളക്കണം. 5 ദിവസത്തിന് ശേഷമാണ് എടുക്കേണ്ടത്. അപ്പം നമ്മൾ അങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ളതുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ മുന്നേ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണിത്. ഇത് 5 ദിവസം മുതൽ 7 ദിവസം വരെയാണ് നമുക്ക് വെക്കേണ്ടത്. അപ്പം ഞാനിതൊരു 7 ദിവസമായിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതെടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് വേണം. എല്ലാ ദിവസവും നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കണം, എന്നിട്ടാണ് നമ്മൾ അടച്ചു വെക്കേണ്ടത്. അപ്പം ഇതെടുക്കണ സമയത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി നമ്മൾ ഒരു ബക്കറ്റിലോട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് എടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഒരു കപ്പിലോട്ട് എടുത്തുന്നത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഇത് ഒരു കപ്പിലോട്ട് എടുക്കുകയാണ് ചെയ്യണത്.
ഞാൻ ചാരാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ പഴത്തൊലി ഉള്ളവർക്ക് അത് ഇടാം കേട്ടോ. അപ്പം നമ്മളുണ്ടല്ലോ ഇതിൽ നിന്ന് ഒരു കപ്പ് ഒഴിച്ചു. ഇനി 10 കപ്പ് പച്ചവെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പം നമ്മൾ ഇത് 10ാമത്തെ കപ്പും വെള്ളം ഒഴിച്ചു. കണ്ടോ, ഇത്രയും നല്ല രീതിക്ക് നമ്മൾ ഡൈലൂട്ട് ചെയ്യണം. ഒരിക്കലും തിക്കായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്, നല്ല രീതിക്ക് ഡൈലൂട്ട് ചെയ്യണം. അപ്പം ഇത് 5 ദിവസമോ അല്ലെങ്കിൽ 7 ദിവസം ഇങ്ങനെ ആക്കി വച്ചതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് 1 കപ്പ് നമ്മൾ സ്ലറി എടുക്കുക. അതിലോട്ട് 10 കപ്പ് വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മൾ 1 കപ്പ് നിറയെ 1 കപ്പ് ഇതിനങ്ങ് സുക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോ ഇതിന് എന്തെങ്കിലും കീടബാധ ഉണ്ട്, എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കണ സമയത്ത് ഇതുമ്മേ അങ്ങ് തളിച്ചു കൊടുക്കാം. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, നല്ലതാണ്. ഇതിൽ വേപ്പിൻ പിണ്ണാക്കും മൈക്രോ ന്യൂട്രിയൻറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതിന് ചെറിയൊരു കീടബാധയൊക്കെ ഉണ്ടെങ്കിൽ ഇത് പോവാനും സാധിക്കും. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് മഞ്ഞൾ പൊടിയും കൂടെ വേണമെങ്കിൽ ചേർത്തിട്ട് ആക്കാം. അപ്പോൾ അതും വളരെ നല്ലതാണ്. ഇപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല, അങ്ങനെ ചെയ്യണതും നല്ലതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതുണ്ടല്ലോ ഓരോ ആഴ്ചയും കൊടുക്കുക ഇതിന്. അങ്ങനെ 1 മാസം അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏത് പൂക്കാട്ട മാവായിക്കോട്ടെ പ്ലാവായിക്കോട്ടെ ഏത് ഫ്രൂട്ട് പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിലും പൂത്ത് കായ്ക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണല്ലോ അല്ലേ ഇത്. അതായത് ഇപ്പൊ പിണ്ണാക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും, ഇല്ലാന്നുണ്ടെങ്കിൽ 3 കൂട്ട് പിണ്ണാക്ക് 5 കൂട്ട് പിണ്ണാക്ക് എന്നിട്ട് ഇങ്ങനെയും കിട്ടും. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ചാരം അല്ലെങ്കിൽ പഴത്തൊലി, പിന്നെ മൈക്രോ ന്യൂട്രിയന്റ് എല്ലാവരുടെ അടുത്തുണ്ട്. അപ്പൊ അത് ചേർത്ത് അയക്കുന്നത്. അപ്പം ഇപ്പൊ എല്ലാതും കിട്ടി. അപ്പൊ അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഇതുകൊണ്ട് എന്താണ് പൂക്കണേന്ന് ചോദിച്ചാല് മൈക്രോ ന്യൂട്രിയന്റ്, അതായത് സൂക്ഷ്മ മൂലകത്തിന്റെ കുറവ് പൂക്കാതിരിക്കാൻ ഒരു കാരണമാണ്. പൊട്ടാഷിന്റെ കുറവ് അത് പൂക്കാതിരിക്കാൻ ഒരു കാരണമാണ്. പിന്നെ കഞ്ഞിവെള്ളം, പിന്നെ അതേപോലെ തന്നെ ശർക്കര, അതൊക്കെ മണ്ണിൽ ധാരാളം ജീവാണുക്കളെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മണ്ണിൽ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ വലിച്ചെടുക്കാനായിട്ട് അതിന് പറ്റും. പിന്നെ പിണ്ണാക്ക് സ്ലറി എന്ന് പറയണത് ഇതിന്റെ നല്ല വളർച്ചയ്ക്കും വേരുകൾക്ക് ബലത്തിനും നല്ല ആരോഗ്യമുള്ളതാവാനും ഒക്കെ സഹായിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ കൊടുക്കുന്ന സമയത്ത് അത് പൂത്ത് കായ്ക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒത്തിരി ഉപകാരമാണ് കേട്ടോ ഈ വീഡിയോ. കാരണം എല്ലാവരും ധാരാളമായിട്ട് ചെടികളൊക്കെ നട്ട് പിടിപ്പിക്കണം. ഇപ്പം ഫ്രൂട്ട് പ്ലാന്റ്സിന് മാത്രമല്ല പച്ചക്കറികൾക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പൊ അത് മാസത്തിലൊരിക്കൽ കൊടുത്താൽ മതി കേട്ടോ. ഇത് ആഴ്ചയിൽ കൊടുക്കുന്നത്. എല്ലാ തരം പച്ചക്കറികൾക്ക് നമുക്ക് മാസത്തിലൊരിക്കൽ ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എഴുതണം. ചെറിയ രീതിയിൽ നിങ്ങൾക്കുള്ള മറുപടി ആണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ തരാം. അതല്ല വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കാണിച്ചു തരുന്നതാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ഉൾപ്പെടുത്തി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.